ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം തോരനാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ക്യാപ്സിക്കം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടായി ഒന്ന് വെക്കുക. കടായി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലോ അതായത് വെളിച്ചെണ്ണയോ ഓയിലോ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ താല്പര്യമനുസരിച്ച് ചേർക്കുക. ഇനി ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കാം. അപ്പോൾ ക്യാപ്സിക്കം കുറച്ച് മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. ഇതുപോലെ ക്യാപ്സിക്കം ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് ചേർക്കാം. നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് കടുക് ചേർക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവോള അല്ലെങ്കിൽ ചെറിയുള്ളി ഏതാണ് നിങ്ങൾ താല്പര്യത്തിൽ ചേർക്കാം കേട്ടോ. മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു അളവിൻ്റെ ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് 2 ക്യാപ്സിക്കത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. വല്ലാണ്ട് കുക്കാവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാലും മതി ക്യാപ്സിക്കം. ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി പാത്രം അടച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പാത്രം തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മൂടി വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാം കേട്ടോ. നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കി ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒന്നുകൂടി ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം കേട്ടോ. ഒന്നും കൂടി അടച്ചിട്ടൊന്ന് 5 മിനിറ്റ് കൂടിയും വേവിക്കുക. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാപ്സിക്കൊക്കെ ഏകദേശം കുക്കായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നാളികേരം ചിരകിയത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ നാളികേരം ചിരകിയതും ചേർത്തു. ഇന്നൊന്നും കൂടി ഒന്ന് 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചൊന്ന് കുക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം തോരൻ റെഡിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുറത്ത് നോക്കാം. യെസ്, നമ്മുടെ ക്യാപ്സിക്കം തോരൻ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തോരനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. നമുക്കപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എനിക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. So try this capsicum thoran. Okay.